ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നല്ല രീതിക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ മച്ചമ്പി ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനം അവർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ. കാരണം നല്ല രീതിക്ക് ഈ സ്ഥാനം കൊടുത്തതിന്റെ പേരിൽ നല്ല രീതിക്ക് മുതലെടുപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും സ്ഥാനം ഈ ആളുടെ ഒരു വരവോടുകൂടി, അല്ലെങ്കിൽ ഈ ആളുടേതായിട്ടുള്ള പല രീതിയിലുള്ള ആഗ്രഹപൂർത്തീകരണം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും സ്ഥാനം തട്ടിത്തെറിക്കാൻ തുടങ്ങി. അവർക്ക് ആർക്കും ഒരു വിലയില്ലാതായിപ്പോയി. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും സ്ഥാനം. പകരം ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ആഗ്രഹപൂർത്തീകരണം നടക്കാൻ, അവരുടെ ലക്ഷ്യപ്രാപ്തികൾ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തിനെ വെറും ഒരു ആയുധമായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ആ ആയുധം അവരുദ്ദേശിക്കുന്ന രീതിയിൽ, ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ, ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നല്ല സക്സസ്ഫുള്ളായിട്ട് ഈ തേർഡ് പാർട്ടി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അത് കണ്ടിട്ട് പല ആളുകളുടെയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല സമയത്തും മെന്റലി, ഫിസിക്കലി കാര്യങ്ങളിലൊക്കെ മുറിവുകൾ വരാൻ തുടങ്ങി. പക്ഷേ തേർഡ് പാർട്ടി പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മച്ചമ്പി എന്ന് പറയുന്നത് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് എന്താ പറയാ, അപ്പാടെ ഇങ്ങനെ വിഴുങ്ങുന്ന ഒരു ഇത്, അതിൽ മുങ്ങാങ്കുഴിയിടുന്ന ഒരാള്. മനസ്സിലായോ? അതെന്തോ ആയിക്കോട്ടെ, നല്ലതോ ആയിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അതെന്തായാലും നല്ലതേ ആയിരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി അതിൻ്റെ ഉള്ളിൽ കിടന്ന് തിമിർക്കുന്ന ഒരാള്. അത് മറ്റുള്ളവരെയും കൂടി അത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വലിയ വലിയ പദങ്ങളും വലിയ വലിയ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ വർണ്ണിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ചെയ്ത്, ഒരു കവി പോലും ഇത്രയും വർണ്ണിക്കില്ല, അത്രയും വർണ്ണനകളൊക്കെ കൊടുത്ത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ പലരെ ആയിരിക്കും ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇവര് അങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കോൺവെർസേഷൻസ്, പരിപാടികളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അതേപോലെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അതേപോലെ ഡൈജസ്റ്റ് ആക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചേട്ടാ ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, എവിടെയോ എന്തൊക്കെയോ ഒരു
സംതിങ് ഫിഷി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇത് ഇവർ പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അത് അംഗീകരിക്കില്ല. ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ അത് അംഗീകരിക്കത്തില്ല. അത് നിങ്ങളുടേതായിട്ടുള്ള ചിന്തയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിപ്പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും സംസാരിക്കുന്നല്ലാതെ അത് അംഗീകരിക്കത്തില്ല. കാരണം ഈ തേർഡ് പാർട്ടി ഇമോഷണലി അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫീലിങ്സിന്റെ പുറത്ത് സഹതാപത്തിന്റെയൊക്കെ പേരുകൾ പറഞ്ഞോ കാര്യങ്ങളൊക്കെ പറഞ്ഞോ വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിച്ചു വെക്കുക. പക്ഷെ അവരുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഒരു ആയുധമായിട്ട് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യം ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവില്ല. അതിപ്പോ ഈ ലോകത്ത് ആര് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാനും ശ്രമിക്കില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട്. കാരണം ഇതിലും വലിയ മാർഗം ഈ തേർഡ് പാർട്ടിക്ക് ഇല്ല. പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനും പല വിധത്തിലുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാനും കാര്യങ്ങൾക്കും. കാരണം ഇപ്പൊ എന്താ പറയാ, പല ആളുകളുടെയും ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയുള്ള പല ആളുകളുടെയും സ്ഥാനം തെറിപ്പിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് വരെ, നിങ്ങളുടെ വ്യക്തിയിൽ കൂടി തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് വരെ. അതും ഒട്ടും ഡിസേർവ് അല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം, മക്കളുടെ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പുറത്തിരുന്നോ അല്ലെങ്കിൽ എവിടെയോ ഇരുന്ന് തീരുമാനങ്ങൾ ഞാൻ എടുക്കും, അത് പ്രയോഗത്തിൽ വരുത്തണം എന്നുള്ള രീതിയിൽ ചരട് വലിക്കുക. ഒരു ഹോഴ്സിനെ റൈഡ് ചെയ്യൂലേ, റൈഡറല്ലേ ഹോഴ്സിനെ റൈഡ് ചെയ്യുന്നത്, ആ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അത് നല്ല രീതിക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലും നടത്തിയിട്ടുമുണ്ട്. കാരണം ഈ ഒരാളുടെ ഒരു അനധികൃതമായിട്ടുള്ള ഒരു വരവ്, അല്ലാന്നുണ്ടെങ്കിൽ അനധികൃതമായിട്ടുള്ള മറ്റു നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെ ജീവിതത്തിലോട്ടുള്ള ഒരു ഇടപെടൽ മൂലം പലർക്കും ഇവിടെ എന്താ പറയാ, പല ജീവിതങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു ബുദ്ധിമുട്ട്, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇവര് ചെയ്യുന്ന പല എന്താ പറയാ ഈ ദുർപ്രവർത്തികൾ, ബ്ലാക്ക് മാജിക് അതും ഇതൊക്കെ കൊണ്ട് മൊത്തം ഒരു വട്ടം കറക്കൽ പരിപാടികൾ വരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് നിങ്ങളുടെ മച്ചമ്പി. അത് നിങ്ങളുടെ ആൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ അത് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത് അങ്ങനെ ആകുന്നില്ല. അതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിങ്ങളും ഇരിക്കുന്നത്. അത് ചിലപ്പോ എന്താ പറയാ, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ലവർ തന്നെ ആവണമെന്നില്ല. പാരൻസ് തേർഡ് പാർട്ടി ആയിട്ട് വരും, സഹോദര സ്ഥാനങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് വരും, ഫ്രണ്ട്സ് ചില സമയത്ത് തേർഡ് പാർട്ടി ആയിട്ട് വരും. മനസ്സിലായോ? പിന്നെ ഈ പറയുന്നത് പോലെ റിലേറ്റീവ്സ് ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളും തേർഡ് പാർട്ടി ആയിട്ട് വരും. ഇവിടെ ആരാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ സ്ഥാനമാണ് നീക്കി വെച്ചിട്ട് അവിടെ കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കയറിയിരുന്ന് എൻ്റെ ആണ് എന്നുള്ള രീതിയിൽ ഭരണം നിർവഹിക്കുന്ന മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ്. മനസ്സിലായ? അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കുമോ, നിങ്ങളുടെ അടുത്തോട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആകുമോ, കുട്ടികളുടെ അടുത്തോട്ട് വരെ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമോ,
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നിരുപാധികം തോറ്റു, അല്ലെങ്കിൽ ഇവര് നിരുപാധികം എന്താ പറയാ കൈവിട്ടു പോയി, കൈവിട്ട കളിയായി പോയി, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഈ വേൾഡിൽ, നിങ്ങളുടേതായിട്ടുള്ള വേൾഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു ഹാപ്പി ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. അത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. എന്താ പറയാ, അതാണ് ടെൻഷനുണ്ട്. ടെൻഷൻ നല്ല രീതിക്കുണ്ട്. നിങ്ങളെക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഡ്രീംസിൽ, ഒരു മായാലോകത്ത് നിൽക്കുന്ന ഒരു മായപ്പൊന്മാനാണ്. ആ മായപ്പൊന്മാനെ ഇതിൻ്റെ അകത്ത് നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചോളം വളരെ നിസ്സാരമായിട്ടാണ് കരുതുന്നത്. കാരണം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സംസാരത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആള് ഏതെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാക്കിലോ സഹതാപത്തിന്റെ ഇതിലോ, ഈ ചില ആളുകള് കരഞ്ഞു കാര്യം നേടൂലേ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പിടിച്ചിങ്ങനെ ഒരു ഇതില്ലേ, ആ ഒരു കാര്യങ്ങള് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു മായപ്പൊന്മാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിന്റെ കാര്യങ്ങൾ. കാരണം നിങ്ങൾ പറയാൻ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടാവുന്ന വിധമൊക്കെ നിങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷെ ഇതില് അങ്ങനെയുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതാണ്. നിങ്ങളുടെ ആൾക്കൊരു ഇതുണ്ട്, അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, അവരെ ആർക്കും പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങളെ മാത്രമേ പറ്റിക്കാൻ പറ്റുള്ളൂ, നിങ്ങളെ മാത്രമേ ചതിക്കാൻ പറ്റുള്ളൂ. അത് ഈ പേഴ്സൺ ചതിക്കില്ല, വഞ്ചിക്കില്ല, പറ്റിക്കില്ല. പക്ഷെ പുറം ലോകത്തുള്ള ആളുകൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ഒരു ഇതേ നിങ്ങളോട് പറയുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ പറ്റിക്കപ്പെടുന്നത് ആരാണെന്ന് ഇതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം വേഷം മാറിയുള്ള ഒരു പരിപാടിയാണ് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യത്തിലുള്ളത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് വഴുതി പോകുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ അടുത്ത 3-ാം മുറ എടുക്കും, ഇവരടുത്ത അടവ് പ്രയോഗിക്കും പല രീതിയിലും. കാരണം ഇത് ഒരു 10 പേര് ചെയ്യേണ്ട, 10 പേര് പ്രവർത്തിക്കേണ്ട ബുദ്ധി, 10 പേര് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരാളുടെ അടുത്ത് ഉണ്ട്. ഈ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുരുട്ടു ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ മായപ്പൊന്മാൻ, അതായത് നിങ്ങളുടെ എന്താ പറയാ, ഈ തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങൾ. അത് വളരെയധികം ഇവരുടേതായിട്ടുള്ള ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഇങ്ങനെ വളരെ പേഷ്യൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതിൽ കൂടി തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാം, പല കാര്യങ്ങളും എന്താ പറയാ ലക്ഷ്യത്തിലെത്തിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മൂവ് ഓൺ ചെയ്യാനോ, ഒന്ന് വ്യതിചലിക്കാനോ, ഇവരിൽ നിന്നൊന്ന് ഡിറ്റാച്ച്മെന്റ് ആകാനോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിടുത്തം വീഴും. അതാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. കാരണം ഒരു ചങ്ങലയിട്ട് തളച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്തോട്ടും ആ ചങ്ങല ഇടണമെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ കാലിലും ആ ഒരു തളച്ചു വെക്കണം എന്നുള്ള ഇത്, ആ ഒരു പിടി വീഴ്ത്തണം എന്നുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ അതിന് നിൽക്കാത്തത് കൊണ്ടോ, നിങ്ങൾ ഇവരുടെ വാക്കുകൾ കേൾക്കാത്തത് കൊണ്ടോ, ഇവരുടേതായിട്ടുള്ള കള്ളത്തരങ്ങൾ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടോ നിങ്ങൾ അതിനൊന്നും നിൽക്കാതിരുന്നപ്പോഴാണ് ഇത്രയും ദേഷ്യം പരിപാടികൾ കാര്യങ്ങളൊക്കെ വന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പല വിധത്തിലുള്ള കോപ്രായങ്ങൾ. അന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്, പല വിധത്തിലുള്ള കോപ്രായങ്ങളാണ്
തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പരിപാടികൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ കുരുട്ടു ബുദ്ധിനെ വെല്ലാൻ ഈ ലോകത്താരുമില്ല. ഇത് വീണ്ടും 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 ഓരോ ദിവസം അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഓരോ കുരുട്ടു ബുദ്ധി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്നിട്ട് ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ചെയ്യും. പക്ഷെ അത് ഒരുപാട് ജീവിതങ്ങളെ ഇട്ട് കുലുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആണിക്കല്ല് വരെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെയും കൂടിയുള്ള അറിവില്ലായ്മയിലോ അല്ലെങ്കിൽ അറിവോട് കൂടിയോ ആണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് പുറത്ത് നിൽക്കേണ്ടവര് അകത്തും അകത്ത് നിൽക്കേണ്ടവര് പുറത്തും എന്നുള്ള രീതിയിൽ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.